നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഐശ്വര്യ മാഡത്തിന് ബുദ്ധിയുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഡം. ശരിയാകാം, പക്ഷെ ഈ കണക്കിൽ ഞാൻ പറഞ്ഞ വ്യത്യാസമുണ്ട്. മാഡം, ഇതെന്നെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാണ്. ഇത് ഞാൻ സഹിക്കില്ല. ഞാൻ സത്യ പറഞ്ഞ ജാസ്മിനിന്റെ അക്കൗണ്ടുകളൊന്നും ചെക്ക് ചെയ്യണമെന്നില്ല, മറ്റു ജോലികൾ ചെയ്താൽ മതി. ജാസ്മിൻ പൊയ്ക്കോളൂ. പോകാൻ വരട്ടെ. സർ, അത് ഞാൻ പറഞ്ഞില്ലേ. നിർത്ത്, സംസാരിച്ചാൽ മതി. ഈ കുട്ടി പറയട്ടെ, എന്താ കണക്കിലെ പ്രശ്നം? സാർ, അത് ഇടുക്കിയിലെ സ്പൈസസ് ഇമ്പോർട്ട് ചെയ്ത വകയിൽ തോമസ് എന്നൊരു ഏജന്റിന് 10,26,000 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ട്. അത് പിറ്റേ ദിവസം തന്നെ ചെക്ക് മാറി രൂപ ആളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ശരി. ഇതേ തോമസിന് ഇതേ ഡേറ്റിൽ വീണ്ടും റെഡി ക്യാഷ് കൊടുത്തെന്ന് വീണ്ടും ഒരു കണക്കൂടി എഴുതിയിട്ടുണ്ട്. അത് സാർ ഒന്ന് നോക്ക്. ഈ തുക എവിടെ പോയത്? സാർ, ഞാൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നത്. അതെ, പക്ഷേ ഈ 10,26,000 രൂപ സുമലത എന്താ ചെയ്തത്? സത്യം പറ, ഈ തുക സുമലതയുടെ അക്കൗണ്ടിലേക്കോ അതോ മറ്റേതെങ്കിലും ബിനാമിയുടെ അക്കൗണ്ടിലേക്കാണോ പോയത്? സർ, അത് ക്ലറിക്കൽ എററാവും. ഇത്രയും രൂപ ക്ലറിക്കൽ എററോ? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. കമ്പനി ലോസിൽ പോകാൻ പ്രധാന കാരണം ഇതുപോലത്തെ തിരിമറികളാണ്. ഇപ്പൊ സീറ്റിലേക്ക് വെക്കും, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യട്ടെ. ഈ തിരിമറി തെളിഞ്ഞാൽ പിന്നെ ആ സീറ്റിലുണ്ടാവില്ല, ഓർത്തോ. അച്ഛാ, സുമലത കള്ളൊന്നും ചെയ്യില്ല, എന്നോട് വലിയ സ്നേഹ. ഓ, സുമലത നിന്നെ ശരിക്കും പോയിട്ടുന്നുണ്ടല്ലേ? നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി അവര് പോയിട്ടുന്നതേ അവരുടെ കാര്യം കാണാനാ. ഇനിയെങ്കിലും നിനക്ക് ആ ബോധം ഉണ്ടാവണം. ജാസ്മിൻ എന്നാണ് പേരല്ലേ? അതെ. ഐശ്വര്യ, ഈ ജാസ്മിനെ കണ്ടുപിടിക്കും. പുതിയ സ്റ്റാഫാ, പക്ഷെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോടുള്ള കൂറ് കണ്ടു. ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് ആവശ്യം ഇങ്ങനെയുള്ള സ്റ്റാഫ്. മനസ്സിലായോ? ജാസ്മിന്റെ ജോലിയോടുള്ള ഡെഡിക്കേഷൻ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. ഞാനങ്ങോട്ട്. ശരി, പൊയ്ക്കോ. അക്കൗണ്ട്സ് എല്ലാം തറവായിട്ട് ചെക്കപ്പ് ചെയ്യണം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റരുത്. എല്ലാ കാര്യത്തിലും ഐശ്വര്യയുടെ പ്രത്യേക ശ്രദ്ധ വേണം. ശരി അച്ഛാ. പിന്നെ ജാസ്മിൻ ഐശ്വര്യക്ക് നല്ല സഹായോ, വിട്ടുകളയണ്ട. കോമ്പറ്റീഷൻ വന്നതാണോ? ആ അതെ, ഞാൻ അഖിൽ. ഇതെന്റെ വൈഫ് ശ്യാമ. ഇയാള് മ്യൂസിക് കോമ്പറ്റീഷന് വന്നതാണോ? ആ അതെ. വേറെ കോസ്റ്റ്യൂംസ് ഒന്നുമില്ലേ? ഇല്ല.
ഈ വേഷത്തിലാണോ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഓക്കെ ഇവിടെ ഞാൻ പറയുന്നത് ശരിയാണോന്നറിയില്ല. എന്നാലും ഇത് കണ്ടപ്പോ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരണമെന്ന് തോന്നി. ഇതൊരു മ്യൂസിക് റിയാലിറ്റി ഷോ അല്ലേ? ഇതില് മേക്കപ്പിനും ഡ്രസ്സിനും സൗന്ദര്യത്തിനും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ടിവിയിലൂടെ ലോകം കാണുന്നതല്ലേ, അപ്പോ അതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി ഇവിടെയുള്ള കണ്ടസ്റ്റൻസും കീപ്പ് ചെയ്യണ്ടേ? ശ്യാമ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഗവൺമെന്റ് ജോബ്? അല്ല, വീട്ടില് ചെറിയ രീതിയിലൊരു മ്യൂസിക് ട്യൂഷൻ ഉണ്ട്. ഓ, അല്ല അഖിൽ എന്ത് ചെയ്യുന്നു? ഞാന് എക്സ്ക്യൂസ് മീ മാഡം, ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ, കടയിൽ ചെന്നാ മതി. ഇന്ന് ഞാനില്ല, ഒരു പയ്യൻ അവിടെ ഉണ്ട്. അയ്യോ, വെണ്ടയ്ക്ക് പുതിയ ലോഡ് വന്നിട്ടില്ല, ഇന്നലത്തെ സ്റ്റോക്കേ ഉള്ളൂ. അമരയ്ക്ക് പുതിയതാ. 25 കിലോ അല്ലേ? ശരി, മേടിച്ചോളൂ. പച്ചക്കറി ബിസിനസ്സാ? ചെറിയൊരു പച്ചക്കറി ഷോപ്പുണ്ട്. അത് ഓക്കെ മതി. ഓക്കെ, വാ മോളെ. ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് പങ്കെടുക്കുന്ന മ്യൂസിക് ഷോ ആണെന്നാ കരുതിയെ. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നേ. ഇതിപ്പം നാട്ടിൽ പച്ചക്കറി കട നടത്തുന്നവനും തട്ടുകടക്കാരനും ഒക്കെയാ മത്സരിക്കുന്നെ. എന്റെ മോള് മാനസ പ്ലേബാക്ക് സിംഗർ അനുരാധ ശ്രീറാം മാമിന്റെ പ്രിയ ശിഷ്യയാണ്. അപ്പൊ അറിയാലോ അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. എന്തായാലും കൾച്ചറൽസ് ആയ ചുറ്റുപാടിൽ വന്ന് പെട്ടുപോയില്ലേ അമ്മേ. ഇനി മത്സരിക്കാതെ നിവർത്തിയില്ലല്ലോ. ഞാൻ ചാനൽ ഹെഡിനെ ഒന്ന് കാണട്ടെ. ഇങ്ങനെ ലോക്കൽസിനെയൊക്കെ പാടാൻ കയറ്റുകയെന്ന് വെച്ചാ എന്താ അവരുടെ ഉദ്ദേശം എന്നറിയണമല്ലോ. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.